2023 കേരള സാഹിത്യ അക്കാദമി അവാർഡുകൾ പ്രഖ്യാപിച്ചു. കൽപ്പറ്റ നാരായണന്റെ തിരഞ്ഞെടുത്ത കവിതകൾ മികച്ച കവിതാ സമാഹാരമായും ഹരിത സാവിത്രിയുടെ സിൻ മികച്ച നോവലായും തിരഞ്ഞെടുത്തു. സാഹിത്യകാരന്മാരായ എം.ആർ. രാഘവ വാര്യർക്ക് CL ജോസിനും വിശിഷ്ടാംഗത്വം നൽകിയും അക്കാദമി ആദരിച്ചു. സാഹിത്യ അക്കാദമി പ്രസിഡന്റ് കെ സച്ചിദാനന്ദൻ, സെക്രട്ടറി CP അബൂബക്കർ, വൈസ് പ്രസിഡന്റ് അശോകൻ ചരുവിൽ എന്നിവർ ചേർന്നാണ് പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചത്. 2023 പുറത്തിറങ്ങിയ പുസ്തകങ്ങളടക്കം വിവിധ രചനാ വിഭാഗങ്ങളിലായി 11 പേരാണ് പുരസ്കാരങ്ങൾക്ക് അർഹരായത്. അതിൽ കവിതയുടെ അവാർഡ് കൽപ്പറ്റ നാരായണൻ തിരഞ്ഞെടുത്ത കവിതകൾ, നോവൽ സിൻ എന്ന നോവലിൻ്റെ പേര് ഹരിത സാവിത്രി, ചെറുകഥ ഉദയ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് എന്ന കഥാസമാഹാരം N. രാജൻ. ഗിരീഷ് PC പാലത്തിന്റെ E4 ഈഡിപ്പസാണ് മികച്ച നാടകമായി തിരഞ്ഞെടുക്കപ്പെട്ടത്. സാഹിത്യ വിമർശനത്തിൽ P. പവിത്രനും വൈജ്ഞാനിക സാഹിത്യത്തിൽ B. രാജീവനും ജീവചരിത്രം ആത്മകഥാ വിഭാഗത്തിൽ K. വേണുവും പുരസ്കാരങ്ങൾക്ക് അർഹരായി. നന്ദിനി മേനോൻ, MM. ശ്രീധരൻ, ഗ്രേസി, സുനീഷ് വാരനാട് തുടങ്ങിയവർക്കാണ് വിവിധ മേഖലകളിലായി മറ്റു പുരസ്കാരങ്ങൾ. ഇനിയുള്ളത് എൻഡോമെന്റ് അവാർഡുകളാണ്. അതിൽ യുവ കവിതാ അവാർഡ്, അത് 35 വയസ്സിന് താഴെയുള്ള കവികൾക്കുള്ള അവാർഡാണ്. ആ അവാർഡിന് അർഹമായ പുസ്തകം പെണ്ണപ്പൻ, കവിയുടെ പേര് ആദി. സാഹിത്യകാരന്മാരായ M.R. രാഘവ വാര്യർക്കും CL ജോസിനും വിശിഷ്ടാംഗത്വം നൽകി അക്കാദമി ആദരിച്ചു. വിവിധ മേഖലകളിലായി 6 പേർക്ക് സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരവും 8 പേർക്ക് എൻഡോമെന്റ് അവാർഡുകളും ഇത്തവണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതേസമയം നിയമപ്രകാരമുള്ള മാനദണ്ഡങ്ങൾ പാലിക്കാത്തതിനെ തുടർന്ന് വിലാസിനി അവാർഡിനായി ഇത്തവണ കൃതികളൊന്നും പരിഗണിച്ചില്ലെന്നും അക്കാദമി ഭാരവാഹികൾ അറിയിച്ചു. ന്യൂസ് മലയാളം, തൃശൂർ.